അരുവിക്കരയിലെ കർക്കിടക വാവുബലിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഏകദേശം 10,000-ഓളം ആളുകൾക്ക് ബലിയിടുന്നതിനുള്ള അവസരമാണിപ്പോൾ അരുവിക്കര ഗ്രാമപഞ്ചായത്തും ഇവിടുത്തെ സംഘാടക സമിതിയും ഒരുക്കിയിട്ടുള്ളത്. എല്ലാ ഒരുക്കങ്ങളും തന്നെ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ആവശ്യമായ എല്ലാ സഹായങ്ങളും അതായത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നെടുമങ്ങാട് RDOയുടെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ കർക്കിടക വാവുബലിക്കുള്ള സർക്കാരിൻ്റെ പ്രതിനിധിയായി ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് 1994 മുതൽ നടത്തി വരുന്നതാണ് ഈ കർക്കിടക വാവുബലി. അരുവിക്കരയിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക്, അതായത് ബലിയിടുന്നതിന് എത്തുന്ന ആളുകൾക്ക് എല്ലാവിധ സഹായങ്ങളും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ കർക്കിടക വാവുബലിയുമായി ബന്ധപ്പെട്ട സംഘാടക സമിതിയും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് നാളെ എത്ര മണിയോട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യണത്? 3:30 മണി. 3:30 മണിക്ക് ബസ് സൗകര്യങ്ങളൊക്കെ എവിടെ? സൗകര്യങ്ങൾ ഇപ്പം വെള്ളനാട്, നെടുമങ്ങാട്, പേരൂർക്കട എന്നീ ഡിപ്പോകളിൽ നിന്ന് കിഴക്കേക്കോട്ടയിൽ നിന്നുണ്ടാവും. രാവിലെ തന്നെ അവർ 3 മണി മുതൽ സർവീസ് ആരംഭിക്കും. അത് ഉച്ചയ്ക്ക് 12:40 വരെയാണ് ബലിതർപ്പണത്തിനുള്ള സമയം നിശ്ചയിച്ചിരിക്കുന്നത്. ആ സമയം വരെ എല്ലാവിധത്തിലുള്ള വാഹന സൗകര്യങ്ങൾ, അതായത് KSRTCയുടെ എല്ലാ ഡിപ്പോകളിൽ നിന്നും, പ്രത്യേകിച്ച് വെള്ളനാട്, നെടുമങ്ങാട്, പേരൂർക്കട എന്നീ ഡിപ്പോകളിൽ നിന്നുള്ള വാഹനങ്ങൾ രാവിലെ 3 മണിക്ക് തന്നെ ഉണ്ടാവും. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ ഇപ്പം ചെയ്യുന്ന ബലിതർപ്പണം ഏത് മെത്തേഡിലാണ് ചെയ്യുന്നത്? നമ്മൾ തിരുവല്ലത്തിൻ്റെ അതേ മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. പിണ്ടച്ചോറൊക്കെ കൊടുത്ത് അതൊക്കെ പിണ്ടച്ചോറ് വെച്ച് തന്നെയാണ് നമ്മൾ ബലിതർപ്പണം നടത്തുന്നത്. ഇതിൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ബലിതർപ്പണം നടത്തുന്നതിന് മന്ത്രോച്ചാരണം നടത്തുന്നതിനുള്ള തന്ത്രിമാരാണ് അത് നടത്തുന്നത്. അവർ എല്ലാ വർഷവും നമ്മൾ അത്തരത്തിലുള്ള തന്ത്രിമാരെ പ്രത്യേകം പരിശീലനം സിദ്ധിച്ച തന്ത്രിമാരാണ് ഈ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്നത്. ഇതിപ്പോൾ നടത്തുന്നത് ആരൊക്കെയാണ്? സംഘാടകർ പഞ്ചായത്ത് മാത്രം? പഞ്ചായത്തും ഇവിടെ ഇതിനു വേണ്ടി ഒരു നാട്ടുകാരുടെ ഒരു കമ്മിറ്റിയാണ്, ഒരു സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, MLA, അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികൾ, ഇവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളെല്ലാം തന്നെ ആ സംഘാടക സമിതിയിലുണ്ട്. അതായത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുണ്ട്, പിന്നെ അതുപോലെ തന്നെ സാമൂഹിക സംഘടനാ പ്രതിനിധികളുണ്ട്, സാംസ്കാരിക പ്രവർത്തകരുണ്ട്, അതുപോലെ വിവിധ മതസംഘടനകൾ, അതായത് NSS, SNDP അതുപോലുള്ള സംഘടനകളുടെ പ്രതിനിധികളും എല്ലാം തന്നെ ഉൾപ്പെട്ടതാണ് ഈ സംഘാടക സമിതി. ഓക്കെ, നന്ദി മധുചേട്ടാ. ശരി, ഓക്കെ. ഇത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു മെമ്പറാണ്. മൈലവിളാകം വാർഡ് മൈലമൂട് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ്. അദ്ദേഹത്തിന് രമേശാണ്. അദ്ദേഹം 2 വാക്ക് നമ്മളിതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. കർക്കിടക വാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മളെ 94 ഇവിടെ ബഹുമാനപ്പെട്ട പാലോട് രവി MLA ആയിരുന്നപ്പോഴാണ് ഇവിടെ കർക്കിടക വാവുബലി തുടങ്ങാനുള്ള ആലോചന. അന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹക്കീമിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയായിരുന്നു. പാലോട് രവി സാറ് MLA ആയിരുന്നപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഇൻസിഡൻ്റ് ഉണ്ടായി. ഒരു 2-3 പിള്ളേർ വീണ് മരിച്ചു. അതോടുകൂടെയാണ് നമ്മൾ പഞ്ചായത്ത് നേരിട്ട് നടത്താനുള്ള തീരുമാനമായത്. അതിനുശേഷം ഇന്നുവരെയും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കാര്യങ്ങൾ വളരെ ഭംഗിയായി നടക്കുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പുരാതനമായ ഒരു ക്ഷേത്രമാണ്. 100 നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു ഭഗവതി ക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ സപ്തമാതൃക്കളാൽ പ്രതിഷ്ഠയുള്ള, എന്ന് പറഞ്ഞാൽ സപ്തമാതൃ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ തന്നെ ഏക ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ നടയിൽ ബലിതർപ്പണം ചെയ്യാനുള്ള ഭാഗ്യം ആണ് നമ്മൾ ഇവിടെ വരുന്ന ആളുകൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതിലൂടെ എല്ലാ തരത്തിലുമുള്ള ഒരുക്കങ്ങൾ അരുവിക്കര ഗ്രാമപഞ്ചായത്തും ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരിൻ്റെയും കൂടെ ഒത്താശയോടുകൂടി ഈ വരുന്ന ആളുകൾക്ക് യാതൊരു തടസ്സവും കൂടാതെ മറ്റ് സ്ഥലങ്ങളിൽ ചെയ്യുന്നത് പോലെ തന്നെ ബലിച്ചോറ് വച്ച് അതിനുള്ള മന്ത്രങ്ങൾ പൂർണ്ണമായും ചൊല്ലിച്ച് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും കൂടിയാണ് ഇവിടെ ബലിതർപ്പണം നടത്തുന്നത്. 2 കളവുകളിലായി. ബഹുമാനപ്പെട്ട G. കാർത്തികേയൻ സാറ് MLA ആയിരുന്നപ്പോൾ, ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്നപ്പോൾ നമ്മളെ ബലിമണ്ഡപം സ്ഥാപിക്കുകയും അന്ന് മുതൽ ആ ബലിമണ്ഡപത്തിലും ആ സമയത്ത് തന്നെ താഴെ ബലിക്കടവിലുമാണ് 2 കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. 2 കൂടെ ഏകദേശം ഒരു സമയം 400 പേർക്ക് ബലിതർപ്പണം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതും പൂർണ്ണ സുരക്ഷയോടുകൂടിയാണ് ഈ ബലിതർപ്പണങ്ങൾ ചെയ്യാൻ. ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ വരുന്ന ആളുകൾക്ക് 10,000 പേർക്ക്
പിന്നെ ആഹാരമടക്കം പ്രഭാത ഭക്ഷണമടക്കം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സംസ്ഥാനത്തിലെ തന്നെ ഏറ്റവും ഭക്ഷണം കൊടുത്ത്, കാരണം വരുന്ന ആളുകൾക്ക് ബലിതർപ്പണം ചെയ്തിട്ട് പോകുന്ന ആളുകൾക്ക് ദേവീക്ഷേത്ര നടയിൽ വന്ന് ദേവിയും തൊഴുത് ഭക്ഷണവും കഴിച്ച് തൃപ്തിയോടുകൂടെ പോകാൻ പറ്റുന്ന ഏക സ്ഥലം അരുവിക്കര ഗ്രാമപഞ്ചായത്തിൽ അരുവിക്കര ദേവീക്ഷേത്ര സന്നിധിയിൽ ഒരുക്കിയിട്ടുള്ള ബലിക്കളവും ബലിമണ്ഡപത്തിലുമാണ്. ഇവിടെ ബലിമണ്ഡപത്തിലും തൊട്ട് താഴെയുള്ള പഴയ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ 250 പേർക്ക് ഒരു സമയം ബലിയിടാനുള്ള കടവും അല്ലാതെ സ്ഥിരം പ്രതിഷ്ഠിച്ചിട്ടുള്ള ബലിമണ്ഡപത്തിലുമാണ്. 2 സ്ഥലത്തായി 500 പേരോളം ഒരു ദിവസം ഒരു സമയം ബലിതർപ്പണം നടത്താനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നന്ദി രമേശ് ചേട്ടാ.